Assalamu alaikum warahmatullah. How are you? Okay, mashallah. Alhamdulillah. നമ്മളൊക്കെ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാ നമ്മൾ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ആണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലക്ഷ്യം നമ്മുടെ ഉറക്കം കെടുത്തട്ടെ എന്നുള്ളതാണ്. അപ്പം ഇവിടെ എല്ലാവരും ലക്ഷ്യങ്ങളൊക്കെ ഉള്ളവരല്ലേ? എല്ലാവരും ലക്ഷ്യങ്ങളുള്ളവരാ? അപ്പൊ ഇയാളെ ലക്ഷ്യം എന്താണ്? പ്രൊഫഷണൽ ഏരിയ. ഇത് പറയാൻ പറ്റൂല എന്ന് തോന്നുന്നു. അതെ, സീക്രട്ട് ആണ്. ആൾക്ക് ഏതായാലും ലക്ഷ്യമുണ്ട്. ഇയാളുടെ പബ്ലിക് സ്പീക്കർ. എല്ലാവരും അടിപൊളിയാ, എല്ലാം വെറൈറ്റി കേട്ടോ, വെറൈറ്റി. അപ്പൊ എല്ലാവരും ലക്ഷ്യമുള്ളവരാണ്. ഇനി അതിലേക്ക് എല്ലാവരും റൂട്ട് സെറ്റഡ് ആണോ? അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ അവിടെ എത്താം, കൃത്യമായി എത്താം, അല്ലെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ സിംപ്ലസ്റ്റ് വേ, എന്നാൽ എനിക്ക് എൻ്റെ ഭാഗങ്ങളും നോക്കാം, ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യാം എന്നുള്ള രീതിയിലുള്ളവരാണ്. ലക്ഷ്യമില്ലാത്തവരും ഉണ്ട്, ലക്ഷ്യമുള്ളവരുണ്ട്, ദെൻ ലക്ഷ്യമില്ലാത്തവരുണ്ട്. ഓക്കെ, അവരെയും കൂടെ പരിഗണിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, ആഗ്രഹം എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകാം. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലക്ഷ്യം ആൻഡ് ആഗ്രഹം? എയിമും വിഷും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ആഗ്രഹം ഈ ഉണ്ടാവുക ഒരു സംഭവമാണ്. ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുള്ള ഒരു കാര്യം. അതെ, അങ്ങനെ പറയാം. എന്നാൽ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ലക്ഷ്യം കൃത്യമാണ്, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവും എന്നുള്ളതാണ് ലക്ഷ്യത്തിന്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ആഗ്രഹിക്കാം. ഓക്കെ, ഇപ്പം റോഡിലൂടെ ഒരു കാർ ഇങ്ങനെ പോവാണ്, അപ്പോൾ അത് കിട്ടിയണമെങ്കിൽ അല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ എന്തിനോടും നമുക്ക് ആഗ്രഹം തോന്നാം. പക്ഷെ ലക്ഷ്യം ഒരു ഡെഡ് ലൈൻഡാണ്. നമുക്കിപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കാർ തന്നെ എടുക്കാം. കാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 വർഷത്തിനുള്ളിൽ ആ കാറ് വാങ്ങും. ഇതെന്താണ്? ഇത് ലക്ഷ്യമാണ്. കാരണം അതിനെന്തുണ്ട്? 2 വർഷം എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ നമ്മളവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ആഗ്രഹത്തിന്റെ കേസ് വരികയാണെങ്കിൽ എനിക്ക് ആ കാറ് വാങ്ങണം അല്ലേ, കണ്ടിട്ട് തിരക്കടില്ല, അപ്പൊ ഒന്ന് വാങ്ങി നോക്കാം എന്നുള്ളതാണ് ലക്ഷ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ പല കാര്യങ്ങളും വെറും ആഗ്രഹത്തിൽ ഒതുങ്ങി പോവുകയും ലക്ഷ്യത്തിൽ എത്താതെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലക്ഷ്യമില്ലാത്തവരായി. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ എയിമുണ്ടോ? എയിമുണ്ട്. കാരണം അത് ആഗ്രഹത്തിൽ എത്തിയിട്ടേ ഉള്ളൂ, ലക്ഷ്യത്തിലോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം ലക്ഷ്യം കാണാനുള്ള വഴിയാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത്. നോട്ട് ചെയ്യാം. ഫസ്റ്റ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എല്ലാം ഒന്ന് എഴുതി വെക്കുക. എനിക്ക് ഇന്നതാണ് ആഗ്രഹം. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആഗ്രഹത്തിന് ലിസ്റ്റ് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുക ചെയ്യേണ്ടത്? അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ, ഈ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആഗ്രഹം എന്താ, ഈ കോമൺ ആയിട്ട് അത് വലിയ കാര്യമുള്ളതല്ല, അതെനിക്ക് ജസ്റ്റ് അപ്പം കണ്ടപ്പോൾ തോന്നിയതാ. അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സാധനം കിട്ടും. ആ സാധനങ്ങളിൽ നമ്മൾ സ്കിൽഡ് ആണോ, നമുക്ക് ആ കാര്യത്തോട് സ്കിൽ ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ചിലതിന് നമുക്ക് എന്താക്കാം, സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ചിലത് നല്ല ടൈം എടുത്ത്, നമുക്ക് കുറച്ച് നല്ല ലോങ് ടൈമൊക്കെ എടുത്തിട്ടായിരിക്കും ആ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്തലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് കട്ട് ചെയ്യാം. ഇപ്പം നിലവിലുള്ള സ്കില്ല് അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്കില്ലാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എന്താക്കാം, അതാണ് ഇപ്പം നമുക്ക് കിട്ടിയതാണ് നിലവിൽ നമ്മുടെ എയിം, ലക്ഷ്യം. ഓക്കെ, ഇനി ആ കിട്ടിയ സാധനം അത് വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമുക്ക് സ്കില്ലുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സാധനം വളരെ ചുരുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അതിനൊരു ഡെഡ് ലൈൻ ഇടുക എന്നുള്ളതാണ്. ഡെഡ് ലൈൻ ഇടുമ്പോൾ ഡെഡ് ലൈൻ ഇടലോട് കൂടെ എന്തായി, അത് എയിമായി മാറി. അപ്പോൾ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ ലക്ഷ്യത്തിലെത്തി. ഇനി നമ്മൾ അതിനൊരു കറക്റ്റ് റൂട്ട് ഉണ്ടാക്കണം. റൂട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് റൂട്ടൊന്നും ആവരുത്. നമ്മൾ ആഗ്രഹങ്ങൾ ടച്ച് ചെയ്ത്, നമ്മൾ നേരത്തെ പുറകെ കാണാണ്ട് പോയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യമാവാത്ത ആഗ്രഹങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന റൂട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകുമ്പോൾ നമുക്കത് സാധ്യമാണ്. നമുക്ക് കഴിയൂല, അല്ല അത് എങ്ങനെയാലും നമുക്ക് അവിടെ എത്താൻ നല്ല ടൈം എടുക്കും, അപ്പോഴത്തേനും
എനിക്ക് സേഫ് സോൺ ആവട്ടെ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു സേഫ് സോൺ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെ നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഡിഗ്രി പഠനമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഇത് ഫ്രീ ആവുമ്പോൾ എന്താക്കാം, എൻ്റെ ലക്ഷ്യത്തിലേക്ക് തിരിയാം എന്നുള്ളൊരു സാധനം ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. സേഫ് സോൺ ലൈഫിൽ ഇല്ല എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ എപ്പോഴും കരുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പം സേഫ് സോണിന് വേണ്ടി ആരും കാത്തിരിക്കരുത്. ലക്ഷ്യത്തിലെത്താൻ എപ്പോഴും നമ്മൾ എന്താക്കുക, എപ്പോഴും ഒരുങ്ങുക. എപ്പോഴും എന്താണ്, എന്തൊരു ആവശ്യം കിട്ടില്ല, ഇതെൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കൂലേ, ഓക്കെ, ആ ഒരു സാധനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ആഗ്രഹവും ലക്ഷ്യവും നമ്മളിപ്പോൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു, ലക്ഷ്യം കിട്ടി. ലക്ഷ്യം മാത്രം നന്നായ പോരെ, എന്തും നന്നാവണം, മാർഗവും നന്നാവണം. മറ്റേ ഒരു തിയറി ഉണ്ട്, മാർഗം ഏതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നുള്ളത്. ആ ഒരു സംഭവം നമ്മൾ എടുക്കരുത്. ലക്ഷ്യവും മാർഗവും നന്നാവുക. നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മളെയും താല്പര്യപ്പെടുത്തുന്നതാണോ. കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു ലക്ഷ്യം ഉണ്ടാക്കാൻ പറ്റുമോ, ഓള് ടീച്ചർ എന്നാ പിന്നെ ഞാനും ടീച്ചർ തന്നെ, അതുണ്ടോ, ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ കഴിവുകളും നമ്മുടെ സ്കിൽസ് വേറെയാണ്. ഓളെന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സ്കില്ല് തികച്ചും ഡിഫറെൻറ്റാ. അപ്പം നമുക്ക് പറ്റുന്നത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ലക്ഷ്യങ്ങളെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. ലക്ഷ്യം ഇല്ലാത്തവർക്ക് എങ്ങനെ അത് സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.